ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരു ഫുൾ ഡേ റുട്ടീനാണ് കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെയുള്ള, രാത്രി കിടക്കുന്ന വരെയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായി തന്നെ കണ്ടുപോകുക. കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ മറക്കാതെ ലൈക്ക് ബട്ടണോടൊന്ന് എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. നല്ല മഴയാണ്, നല്ല തണുപ്പുമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇനി ജസ്റ്റ് ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെയാണ്. ചില ദിവസങ്ങളിൽ ഈ ഒരു ടൈമിൽ ഞാൻ കുളിക്കലുണ്ട് കേട്ടോ. എണീറ്റ് അങ്ങനെ കുളിക്കുന്ന ദിവസം ഉണ്ടാകലുണ്ട്. അല്ലെങ്കിൽ പണിയെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെയും കുളിക്കലുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലും കുളിക്കലുണ്ട്. അങ്ങനെ അതിനൊരു പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഫ്രഷ് ആവലും കാര്യങ്ങളൊക്കെയാണ്. എന്നിട്ട് ഇപ്പം ബാങ്കൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. സുബൈ ബാങ്കൊന്നും കൊടുത്തിട്ടില്ല. അപ്പം അതിന് മുമ്പേ കുറച്ച് സമയം ഖുർആൻ ഓതുന്നു, അതുപോലെ തന്നെ കുറച്ച് സമയം നിസ്കാരം കാര്യം അങ്ങനെയൊക്കെ ആയിട്ട് പോവും. അതിനുശേഷം ബാങ്ക് കൊടുത്തിട്ട് പിന്നെ സുബൈ നിസ്കാരം കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാനിപ്പോൾ 4 മണിക്ക് എണീറ്റ് നിങ്ങൾ കണക്കാക്കണ്ട. എൻ്റെ ഒരു റുട്ടീൻ അങ്ങനെ ആണ് കേട്ടോ. വേറെ എന്തെങ്കിലും വല്ലാത്തൊരു പ്രശ്നം കാര്യങ്ങൾ വയ്യായിക്കൊക്കെ ഉണ്ടെങ്കിലാണ് എൻ്റെ റുട്ടീനിൽ മാറ്റങ്ങൾ വരിക. പിന്നെ ഇങ്ങനെ കറക്റ്റായിട്ട് പോയാലേ എൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ കറക്റ്റായിട്ട് പോവുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് പകൽ ഒരുപാട് ഫ്രീ ടൈം കിട്ടലുണ്ട്. അതെനിക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ ഒരു 7 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ ഒരു 6 മണിക്ക് എണീക്കാം. 6 മണിക്ക് എണീക്കുന്ന ആളാണെങ്കിൽ ഒരു 5 മണിക്ക് എണീക്കാം. 5 മണിക്ക് എണീക്കുക എന്നുള്ളതൊരു ഭയങ്കര ഒരു സംഭവം തന്നെയാണ് കേട്ടോ. 5 മണിക്ക് എണീറ്റാൽ ഒരു 6 മണി വരെയുള്ള ടൈം നമ്മൾ കിച്ചണിലേക്കൊന്നും വരണ്ട. ഒരു 6 മണി വരെയുള്ള ടൈം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് എക്സസൈസ് തന്നെയാണ്. ഒരു 10-20 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമുക്ക് ടൈം ഉള്ളതിനനുസരിച്ച് നമുക്ക് വേണ്ടിയിട്ട് എക്സസൈസ് എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ആ ഒരു സമയത്തുണ്ടല്ലോ പൊതുവേ മോർണിംഗും അതുപോലെ തന്നെ ഈ ഒരു എക്സസൈസും ഒക്കെ നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും റെഡിയാകുന്ന സമയത്ത് ശരിക്കും നമ്മളിൽ ഒരു പോസിറ്റീവ് ഫീലായിരിക്കും. അതുപോലെ തന്നെ ഒരു ഹാപ്പി ഹോർമോൺ ആക്ടിവേറ്റ് ആവട്ടെ നമ്മൾ ആ ഒരു ദിവസത്തിന് വേണ്ടി സെറ്റാവും. കാര്യം നമുക്ക് നല്ല ഒരു എനർജി തോന്നും, നല്ല ഹാപ്പി ഫീൽ ചെയ്യും, ഒരു സന്തോഷം ഫീൽ ചെയ്യും കേട്ടോ നമുക്ക് മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ അന്നത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റായി. അന്നത്തെ രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സെറ്റായി. ഓഫീസിൽ പോകുന്നവരാണെങ്കിലും വീട്ടിലുള്ളവരാണെങ്കിലും ഒക്കെ നമുക്കൊരു എനർജിയും ഒരു ഹാപ്പി ഫീലും ഒരു മൂഡും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആ ഡേ സെറ്റാവും കേട്ടോ. അതിന് വേണ്ടി നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കുകയാണെങ്കിൽ, അല്ല നമ്മളെല്ലാവരും എണീക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എണീറ്റ് വന്നു പിന്നെ തിരക്കും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അരമണിക്കൂർ എടുക്കില്ല. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടാണ് എടുക്കുക. അവരെ കാര്യങ്ങളും കൂടെ ചെയ്യാൻ പിന്നെ സമയമായി, പിന്നെ നമ്മൾ തിരക്കായി, പിന്നെ നമുക്ക് നമ്മളെ കാര്യങ്ങളില്ല, അത് നമ്മൾ മാറ്റിവെച്ചു. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഫ്രഷായി അതിനുശേഷം നമസ്കാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഒരു 6 മണിക്കാണ് ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഇനി എനിക്കൊരു അരമണിക്കൂർ എക്സസൈസ് ഉണ്ട് കേട്ടോ. ചെറുതായിട്ടുള്ള കാര്യങ്ങൾ, മഴയായതുകൊണ്ട് പുറത്ത് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ വീട്ടിൻ്റെ അകത്തുനിന്ന് തന്നെ ഹാളിൽ നിന്ന് തന്നെ ചെറിയൊരു നടത്തവും അങ്ങനത്തെ ചെറിയൊരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു എക്സസൈസ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് ഒരു കപ്പ് വെള്ളം, ഒരു ഞാൻ ഇളം ചൂടുള്ള വെള്ളം കുടിക്കുന്ന ആളായതുകൊണ്ടാണ് ഞാൻ ഇളം ചൂടുള്ള വെള്ളം കുടിച്ചിട്ട് പിന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അരമണിക്കൂർ പോവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളൊരു കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളെ രാവിലത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ എണീറ്റ് അങ്ങനത്തെ ചിട്ടയോട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിലില്ലേ നമ്മൾ ഒരുപാട് സ്ട്രെസ് ഫ്രീ ആവും കേട്ടോ. നമ്മളെ ലൈഫ് ഒരുപാട് സ്ട്രെസ് ഫ്രീ ആവും. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയോ, കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസ് പോകുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉള്ള ഒരാളാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് നേരത്തെ തന്നെ ഒരു 8 മണി 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് തീർക്കാൻ നമുക്ക് പറ്റും. അത് തന്നെ നമുക്ക് റിലാക്സേഷനില്ല. കാര്യം എന്തൊക്കെയോ ഇനി എനിക്ക് ചെയ്യാനുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും ഞാൻ ഒരുപാട് കാര്യങ്ങൾ 8 മണിയാകുമ്പോഴത്തേക്കും ഞാൻ ചെയ്തു എന്ന് ചിന്തിക്കുമ്പോൾ അതുതന്നെ നമുക്കൊരു ഹാപ്പി ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഭയങ്കര റിലാക്സേഷനാണ്. ഒരുപാട് സ്ട്രെസ്സ് നമുക്ക് കുറക്കും. അതാട്ടോ ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ ഇതാ ഞാൻ തലേ ദിവസം നമ്മൾ ഉണക്കമുന്തിരിയില്ലേ, കറുത്ത മുന്തിരി, അത് വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. തിളപ്പിച്ചാറിയ വെള്ളത്തിലിട്ട് വെക്കും ഇതുപോലെ. എന്നിട്ട് ഇങ്ങനെ കൈവച്ച് നന്നായിട്ട് ഞെരടിയിട്ട് കുറച്ചുകൂടി ചൂടുവെള്ളം, നല്ല ചൂടുവെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ ഒരു ഏകദേശം ഒരു ചൂടിലേക്ക് കുടിക്കാൻ വേണ്ടി പറ്റും. നല്ല ചൂടല്ല, നന്നായിട്ട് തിരുമ്മിയിട്ട് ആ വെള്ളവും ആ ഒരു കാമ്പും കൂടെ നമ്മൾ കഴിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് വയറിന് ഇമോഷൻ കറക്റ്റ് പോകാത്തവർക്കും, ഇനിയിപ്പോൾ അതല്ല നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് കേട്ടോ ബ്ലഡ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അങ്ങനെയുള്ളവർക്കും നമ്മുടെ സ്കിന്നിനും നമ്മുടെ സൗന്ദര്യത്തിനും ഒക്കെ നല്ലതാണ് കേട്ടോ അത്. അപ്പോൾ ഞാനൊരു കറക്റ്റായിട്ട് ഇടയ്ക്ക് ഞാൻ വിട്ടുപോകലുണ്ട്. ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ ഞാനൊരു കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേത് അത്തിപ്പഴമായിരുന്നു കേട്ടോ. അത് 4 ഞാൻ വെള്ളത്തിലോട്ട്, നമുക്കെല്ലാവർക്കും കൂടെ ഉള്ളതാണ്. കുറച്ച് തിളപ്പിച്ചാറി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകണം കേട്ടോ ഇതെല്ലാം. എന്നിട്ട് വേണം വെള്ളത്തിലിടാൻ.
അപ്പോൾ അത് നല്ല അങ്ങനായി വന്നിട്ട് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് നമ്മളത് കഴിക്കണം കേട്ടോ. വെള്ളവും കുടിക്കണം, അതുപോലെ തന്നെ ആ ഒരു അത്തിപ്പഴം നമ്മൾ കഴിക്കണം കേട്ടോ. പിന്നെ ബദാം അത് തൊലി കളഞ്ഞിട്ട് കഴിക്കുക. അതും നമ്മളെ ഹെൽത്തിന് ഭയങ്കര നല്ലതാണ് കേട്ടോ. ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് അതിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം വെള്ളമൊക്കെ കുടിച്ചു. റഫീഖയ്ക്ക് രാവിലെ കുറച്ച് കാപ്പി വേണം കേട്ടോ. കാപ്പിയോ ചായയോ എന്തെങ്കിലും വേണം. റഫീഖയ്ക്ക് ഒരു ഗ്ലാസ് കാപ്പിയും കൂടെ കൊടുത്തു. എണീറ്റിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ എൻ്റെ എക്സസൈസും അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ എൻ്റെ സെറ്റാകുന്ന കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഞാൻ കുളിക്കലുണ്ട്. കുളി കഴിഞ്ഞാൽ അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോൾ നല്ല തണുപ്പല്ലേ, എന്നാലും ചില സമയത്ത് അങ്ങനെ ചൂടുവെള്ളമൊക്കെ വെച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിലാണ് കുളിക്കുക, മേല് കുളിക്കുക. അപ്പോൾ വലിയൊരു മടിയൊന്നും തോന്നലില്ല. അപ്പോൾ വലിയ പണി എനിക്ക് കഴിയുന്ന പോലത്തെ മാത്രമല്ല ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ കുളിക്കുന്നതാണ്. നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലത് അതാണ്. ചിലരൊക്കെ പറയലുണ്ട് എന്തിനാ അങ്ങനെ നേരത്തെ ആക്കുന്നത്, പണിയെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ചാൽ പോരെ, അങ്ങനെയൊക്കെ പറയലുണ്ട് കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞ് നമുക്ക് ചിലപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ പിന്നെയും നമുക്ക് വൈകും. അങ്ങനെ നമ്മളത് ഉച്ചയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സാധ്യത. അപ്പോൾ എനിക്ക് അങ്ങനെ ആകുന്നതുകൊണ്ടാണ്, നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യുക. അപ്പോൾ എനിക്ക് അങ്ങനെ പറ്റാത്തതുകൊണ്ടാണ്, എനിക്ക് രാവിലെ തന്നെ കുളിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനൊരു മാക്സിമം 10 മണി അതിൻ്റെ ഉള്ളിൽ, അതാണ് കേട്ടോ നമ്മളെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ ആവശ്യമുള്ളവർ എടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ മാക്സിമം ശ്രമിക്കലുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇന്ന് കുളിക്കാൻ, ഇന്നിപ്പോൾ നമുക്ക് കർക്കിടകവും കാര്യങ്ങളൊക്കെ അല്ല, അപ്പോൾ ഒരു കർക്കിടക സ്പെഷ്യലും കൂടെ ആയിട്ട് കുറച്ച് സ്കിൻ കെയറും അങ്ങനത്തെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഞാൻ രാവിലെ കുളിക്കാണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വഴിയേ പറയാം. അപ്പോൾ ഇതാ ഇന്ന് ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ. ഗ്രീൻ പീസ് കറിയിലേക്ക് ഒരു സവാളയും ഒരു തക്കാളിയും ഒരു ക്യാരറ്റും കൂടെ കേട്ടോ. എനിക്ക് ഈ ഗ്രീൻ പീസിൻ്റെ ആ റോ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഒരു ക്യാരറ്റ് ഇടും. ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. അതുപോലെ തന്നെ ചെറുപയർ പിന്നെ പ്രശ്നമില്ല, പക്ഷെ ചെറുപയറിലും ഒരു ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല ടേസ്റ്റ് ആട്ടോ കിട്ടുക. അപ്പോൾ ഇതാ ഗ്രീൻ പീസ് തലേ ദിവസം കുതിർത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വെജീസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും, ഞാനിപ്പോൾ പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കാന്താരി കുത്തിയിട്ട് ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് തീർന്നു പോയിട്ടുണ്ട്. എരിവിനാവശ്യത്തുള്ള പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അലുമിനിയം കുക്കറിൽ വേവിക്കുമ്പോഴാണ് പയറ് വർഗ്ഗങ്ങൾ, പരിപ്പ് ചെറുപയർ അല്ല ഞാൻ ഉദ്ദേശിച്ച കടല ഗ്രീൻ പീസ് കേട്ടോ. എനിക്ക് ഫീൽ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ഇപ്പം എന്താ പറയുക അലുമിനിയം, ഇത് ഉൾഭാഗം അലുമിനിയം ആട്ടോ വരുന്ന. അലുമിനിയത്തിൽ കുക്കർ വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേവുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് അങ്ങനെ കല്ല് പോലെ കിടക്കും സ്റ്റീലിൻ്റെ കുക്കറിൽ എനിക്ക് വേവിച്ചെടുക്കുമ്പോൾ കേട്ടോ. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ ടിപ്സിൻ്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അലുമിനിയത്തിൻ്റെ വേവിച്ചിട്ട് പിന്നെ ഞാൻ വറവിടാൻ വേണ്ടിയിട്ട് വേഗം വേറൊരു പാത്രത്തിലേക്ക് മാറ്റും കേട്ടോ. അപ്പം നമുക്ക് അൺഹെൽത്തി ആകുന്നില്ല, ഹെൽത്തി തന്നെയാണ്. കാരണം നമ്മൾ അതിലിങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. അലുമിനിയം പാത്രത്തിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് കേട്ടോ. തക്കാളിയൊക്കെ പുളിയൊക്കെ ചേർന്നിട്ടുള്ള ഐറ്റംസ് ആകുമ്പോൾ ഏത് ഐറ്റംസ് ആണെങ്കിലും. ഇനിയിപ്പോൾ അങ്ങനെ ഗ്രീൻ പീസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, അത് വെന്ത് വരട്ടെ. ഇന്ന് ദോശയാട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പച്ചരിൻ്റെ നമ്മൾ കുത്തരിയില്ലേ, ചുവന്ന കളറുണ്ടായി, എനിക്ക് അത് കറക്റ്റ് പറയാനറിയില്ല. അത് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. നമ്മളെ വയനാടിൻ്റെ ദേശീയ ഭക്ഷണം എന്ന് പറയുന്നത് ദോശയാട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ദോശയും ഗ്രീൻ പീസ് കറിയും. നമ്മൾ ഇന്നും അങ്ങനെ ഹെവി ഫുഡും കാര്യങ്ങളും ഒന്നും അല്ല ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെറൈറ്റി ഫുഡുകൾ ഉണ്ടാക്കലുണ്ട്. അങ്ങനെ നമ്മൾ ലൈറ്റ് ഫുഡാണ് നമ്മൾ അധിക ദിവസവും ഉണ്ടാക്കുക. പിന്നെ ചിലർക്കുള്ള ഡൗട്ടാണ് എന്തിനാണ് കുറേ കറികൾ ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിച്ചത് ഗ്രീൻ പീസ് കറി ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗ്രീൻ പീസ് കറി ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ചധികം ഉണ്ടാവും സ്വാഭാവികമായിട്ടും. കാരണം നമുക്ക് രാവിലത്തേക്കും വേണം, രാത്രിയിലേക്ക് ചപ്പാത്തിയിലേക്കും വേണം കേട്ടോ. കാര്യം ഞാൻ രാത്രിയൊക്കെ ചിലപ്പം വീഡിയോ എഡിറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അങ്ങനെ പോയിട്ട് ഉണ്ടാക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ രാവിലത്തെ തന്നെയാണ് രാത്രിയിലേക്ക് ഉണ്ടാക്കുക. ഇല്ലെങ്കിൽ തികഞ്ഞിട്ടില്ലെങ്കിൽ മാത്രമേ വേറെ കറികൾ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് വാവണിട്ട് വന്നിട്ട് കാപ്പി കുടിക്കുന്നുണ്ട്. റഫീക്ക് പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും കുളി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഗ്രീൻ പീസ് അടുപ്പിലേക്ക് വെച്ചു. ദോശക്കുള്ള കാര്യങ്ങളൊക്കെ അരിയൊക്കെ അരച്ചെടുത്തു, ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് അതുവരെ എടുത്ത പാത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊന്നും നമ്മൾ സിങ്കിലിട്ടിട്ട് പോകേണ്ട കാര്യമില്ല കേട്ടോ. പെട്ടെന്ന് കഴുകി എടുക്കേണ്ട പാത്രങ്ങൾ തന്നെയായിരിക്കും. സോപ്പ് പോലും തേക്കേണ്ടി വരില്ല, അങ്ങനത്തെ കുതിരാൻ വെച്ച പാത്രം അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ അതൊന്ന് പെട്ടെന്ന് കഴുകി അതൊന്ന് നമ്മളെ ഡിഷ് റാക്കിലേക്ക് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും വെള്ളമൊക്കെ പോയി അത് റെഡിയായി കിട്ടും.
അപ്പോൾ അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് മാക്സിമം ആ ഒരു ഇടയിൽ നമുക്കിപ്പോൾ പാന് ചൂടാകുന്ന സമയത്താണ് ഞാൻ വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതിനിടയിൽ ഇതാ വെള്ളം കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കറക്റ്റ് വീഡിയോ എടുത്തതാണ്. കാര്യം നിങ്ങൾ വിചാരിക്കും നമ്മളൊന്നും കഴിക്കാതെയും കുടിക്കാതെയും പണിയായിട്ട് നടക്കുകയെന്ന്. അപ്പോൾ അതും കൂടെ ഒരു മോട്ടിവേറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കാരണം വെള്ളം നമ്മൾ ഇടയ്ക്കിടെ കുടിക്കണം കേട്ടോ. നമ്മുടെ ശരീരത്തിലേക്ക് നല്ല അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കിന്നിനും ഹെൽത്തിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ വെള്ളം കുടിക്കാൻ മറന്നു പോകരുത് ആരും, ഈ വീഡിയോ കാണുന്ന ആരും കേട്ടോ. അങ്ങനെ കിച്ചൺ ജസ്റ്റ് ഒന്ന് ഒരുപാട് ക്ലീനിങ്ങും കാര്യമൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നമ്മൾ ദോശപ്പാനൊക്കെ ചൂടായി ഞാൻ ദോശ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഈസി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. എല്ലാ കറീൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് വരുന്നൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ്. അപ്പോൾ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. കുറേ പേർക്ക് ശരിയായി എന്ന് പറഞ്ഞു, കുറേ പേർക്ക് അറിയില്ല, വെള്ളം കറക്റ്റ് ആകുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. വെറുതെ പച്ചരി ആണെങ്കിലും ഞാനിപ്പോൾ ഈ അരി എടുത്തു എന്നുള്ളൂ, പച്ചരി അരച്ചിട്ട് ലൂസാക്കിയിട്ട് എടുത്തിട്ട് ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ദോശപ്പാനിലോ നോൺ സ്റ്റിക്ക് പാനിലോ ചുട്ടെടുത്താൽ മതി കേട്ടോ. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ എൻ്റെ തേങ്ങ ചെരുകിയത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചെരുകിയെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെരുകിയെടുക്കട്ടെ. ഞാൻ തേങ്ങ ചെരുകുന്നത് നിങ്ങൾ അധികവും കാണുന്നുണ്ടാവില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തേങ്ങ ചെരുകിയിട്ട് ഫ്രീസറിൽ സെറ്റാക്കി വെക്കുകയാണ് ചെയ്യുക. അധികവും ഇങ്ങനെ കുറച്ച് കൂടുതൽ 2-3 തേങ്ങ ഒക്കെ ചെരുകിയിട്ട് ഫ്രീസറിലേക്ക് വെക്കും. അത് പണീൻ്റെ ഇടയിലല്ല, ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ടൈം വൈകുന്നേരമോ കിച്ചണിൽ ഇപ്പോൾ ഞാനിപ്പോൾ വ്ളോഗ് ചെയ്യാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ ആ ഒരു ടൈമിലാണ് ഞാൻ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വെക്കുക, ചുവന്നുള്ളി വെളുത്തുള്ളി തേങ്ങ ചെരുകി വെക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും 2-3 തേങ്ങ ചെരുവി വെക്കുമ്പോൾ കുറേ നാളത്തേക്ക് നമുക്ക് ഉണ്ടാവും. അത് തീരുമ്പോൾ പിന്നെ അങ്ങനെ ഒരു ഫ്രീ ടൈം ഞാൻ വെറുതെ കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ചെരുകി വെക്കുകയാണ് ചെയ്യാം. അപ്പോൾ എൻ്റെ ചിരവ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ചിരവ വുഡാണ് കേട്ടോ. ഇതുപോലെ ഇതിൻ്റെ ഇരുമ്പിൻ്റെതും വരുന്നുണ്ട്, പക്ഷേ അതിനേക്കാളും നല്ലതാണ് കേട്ടോ. ഇതിലിങ്ങനെ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് തേങ്ങ ചിരകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു ഇളക്കം ഉണ്ടാവില്ല, നല്ല ഫിക്സ് ആയിട്ട് നിന്നോളും. അതുപോലെ തന്നെ ഞാൻ തേങ്ങ ചിരകിയത് ഇതുപോലെ കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് ഫ്രീസറിൽ വെക്കുകയായിട്ട് ചെയ്യുക, ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ. ഇനിയിപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങ ഗ്രീൻ പീസിലേക്കുള്ള എടുത്തു. അതിൽ 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ചുവന്നുള്ളി വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ജീരകം വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇടയ്ക്ക് ചേർത്ത് കൊടുക്കും, ഇടയ്ക്ക് ചേർത്ത്. എനിക്ക് ഒരേ ടേസ്റ്റ് എപ്പോഴും ഇഷ്ടമല്ല, അപ്പോൾ മാറ്റി ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ വെളുത്തുള്ളി നമുക്ക് ഭയങ്കര വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് ഗ്രീൻ പീസിലേക്ക് ഒഴിച്ചു കൊടുത്തു. വെള്ളമൊക്കെ ഒന്ന് പാകാക്കിയെടുത്തു. ഇനി കടുക് കറിവേപ്പിലായിട്ടൊന്ന് വറവിട്ടെടുക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കറി കൂടുതലുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നല്ല, കമൻറ്റിൽ കാണാനുണ്ട്, എന്നോട് പേഴ്സണലായിട്ടും ചോദിക്കലുണ്ട്, എന്തിനാ 2-3 പേർക്ക് ഇത്രയും 2-3 പേർക്ക് എന്തായാലും ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും എല്ലാം കഴിക്കണമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എടുത്താൽ പകുതി നമ്മൾ രാത്രിയിലേക്കും എടുക്കും. അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ റഫീഖ ഫുഡൊക്കെ കഴിച്ച് പോയി. ഇന്ന് റഫീഖ കുറച്ച് നേരത്തെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒരു 7:30 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളും ഫുഡൊക്കെ കഴിക്കുകയാണ്. ഇന്നിപ്പോൾ ലഞ്ചിന് നമുക്ക് ഹെവി പ്രിപ്പറേഷനും കാര്യങ്ങളൊന്നുമില്ല, സിമ്പിളാണ്. ഒരു അടിപൊളി കറിയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റേറിയൻസിനും അല്ലാത്തവർക്കാണെങ്കിലും എല്ലാത്തിലേക്കും കോമ്പിനേഷനായിട്ട് പോകുന്നൊരു കറിയൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും കൂടെ ചെയ്യട്ടെ എന്ന്. അപ്പോൾ അലക്കാനുള്ള തുണികളൊക്കെ ഞാൻ അലക്കാനിട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പണികളൊക്കെ കഴിയുമ്പോഴത്തേക്കും അത് ആറിടാൻ സെറ്റ് ആയിക്കോളും. നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ പുറത്ത്. ഇതിപ്പോൾ ഞാൻ വോയിസ് കൊടുക്കുന്ന അന്നും നല്ല മഴ തന്നെയാണ് കേട്ടോ. ഒരു അടഞ്ഞ മഴയല്ല, ഇടക്കിടക്കേ മഴ പെയ്യാണ്. അപ്പോൾ ഇത് ഞാൻ ബെഡ്റൂം ഞാൻ രാവിലെ തന്നെ ജസ്റ്റ് ഒന്ന് റഫായിട്ട് വിരിച്ചിട്ടുണ്ടാവും. അതൊന്നും കൂടെ ഒന്ന് കറക്റ്റാക്കാനേ ഉണ്ടാവുള്ളൂ കേട്ടോ. അധിക ദിവസം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ശരിയാക്കി ഒന്ന് ക്ലിയറാക്കി വിരിച്ചിടുന്നതേ ഉള്ളൂ. ബാക്കി ലിവിങ്ങിലും ഡൈനിങ് ഹാളിലും ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്.
പിന്നെ ഇന്ന് മഴയായത് കാരണം എന്തായാലും പൊടിയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ തുടക്കാനൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴേ തുടക്കലുള്ളൂ. അപ്പോൾ ഇന്ന് തുടക്കാനൊന്നുമില്ല, മൊത്തം നന്നായിട്ടൊന്ന് അടിച്ചു വാരി എടുത്താൽ തന്നെ നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. ടീപ്പോയി, ടേബിള് അങ്ങനത്തതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇതൊരു മൈക്രോ ഫൈബർ ക്ലോത്താണ് കേട്ടോ, ഒരു റബ്ബർ മെറ്റീരിയലാണ് ഇത് വരുന്നത് കേട്ടോ. ഒരു ബോട്ടിലാണ് കേട്ടോ ഇത് വരിക. ഞാൻ കാണിച്ചു തരാം, ഞാൻ വിട്ടുപോയതാണ്. നല്ലതാട്ടോ ഇത്. നമ്മൾ ഗ്ലാസ് അലമാര അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, അതുപോലെ ടേബിളൊക്കെ തുടക്കാൻ അടിപൊളി സാധനം കേട്ടോ. ഒരു പൊടിയോ നമ്മൾ തുടച്ച വെള്ളത്തിൻ്റെ പാടില്ലേ, അതൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇനിയിപ്പോൾ ഞാൻ വാഷ് ബേസിനും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി റെഡിയാക്കിയിട്ട് വെക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ മഴക്കാലത്ത് ചെയ്യുന്ന വേറൊരു പണിയാണ് സിറ്റ് ഔട്ട് കേട്ടോ. സിറ്റ് ഔട്ട് തുടക്കൽ രാവിലെ അങ്ങ് തുടച്ചിടും. എന്തായാലും മഴേൻ്റെതും പിന്നെ പൂച്ച അങ്ങനത്തെ വെള്ളത്തിൻ്റെ പാട് നമ്മൾ ചവിട്ടി അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും കേട്ടോ സിറ്റ് ഔട്ടിൽ. അപ്പോൾ സിറ്റ് ഔട്ട് രാവിലെ തന്നെ ഒരു 5 മിനിറ്റ് എടുത്തിട്ട് രാവിലെ ജസ്റ്റ് ഒന്ന് പുറത്തു കൂടെ വന്നിട്ടൊന്ന് ആ സ്റ്റെപ്പും വരാന്തേക്കൊന്ന് കഴുകിയിടും കേട്ടോ എന്തായാലും. അപ്പോൾ അവിടെ ക്ലീനാണ് എന്തായാലും. അപ്പോൾ ഇതാ മൊത്തം ഒരു ക്ലീനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ലഞ്ചിലേക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു ദാബ സ്റ്റൈല് പരിപ്പ് കറിയാട്ടോ കാണിക്കുന്നത്. നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും വെറും ചോറിൻ്റെ കൂടെയും ഇത് മാത്രം മതിയില്ല, ഞാൻ വെറുതെ പറയുന്നതല്ല, നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഇതിൽ ഞാൻ പറയുന്നതെല്ലാം. പരിപ്പ് കഴുകിയിട്ട് ഇട്ട് കൊടുത്തു. അതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണേ, ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതാ 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണ അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, ഒരു സ്പൂൺ അതിൽ ഇട്ട് കൊടുക്കുന്നത് അതിങ്ങനെ തിളച്ച് തൂവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കത് എഫക്റ്റ് ചെയ്യലുണ്ട്, എനിക്കങ്ങനെ തിളച്ച് തൂകല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇട്ടിട്ടും വരുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ ഏരിയ അല്ലേ, ആ ഒരു വിസിൽ വരുന്ന ഏരിയ അവിടെ ആ അടപ്പിൻ്റെ ഉൾഭാഗത്തും പുറം ഭാഗത്തും കുറച്ച് വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും പുരട്ടി കൊടുക്കുക കേട്ടോ. അപ്പോഴും ഇങ്ങനെ വെള്ളം വരില്ല. പിന്നെ ഒരുപാട് വെള്ളം വെക്കാണ്ടിരിക്കുക കേട്ടോ. ആ ഒരു പരിപ്പിൻ്റെയൊക്കെ ഏകദേശം മുകളിലായിട്ട് ഒരു കുക്കറിൻ്റെ കാൽഭാഗത്തൊക്കെ വെള്ളം വെച്ചാൽ മതി, ഒരുപാട് വെക്കരുത്. അങ്ങനെ അടുപ്പിലേക്ക് അതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. ഇത് രണ്ടും പരീക്ഷിച്ച് നോക്കുക നിങ്ങൾ. അങ്ങനെ അത് വേവിക്കാൻ വേണ്ടി വെച്ചു. ഇനി അരി 1 കപ്പ് അരി മതി കേട്ടോ നമുക്ക് രണ്ടാളും കൂടെ. അതന്നെ കുറച്ച് ബാക്കിയുണ്ടാകും. നമ്മൾ ഉച്ചക്കത്തേക്ക് മാത്രമുള്ള റൈസാണ് കേട്ടോ വെക്കുക. രാത്രി നമ്മൾ ചപ്പാത്തിയാണ് എന്തായാലും കഴിക്കുക. ഗോതമ്പ് ഐറ്റംസ് അത് തന്നെയാണ്. വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ മാത്രം എന്തെങ്കിലും റെസിപ്പിക്ക് വേണ്ടി മാറ്റങ്ങൾ വരുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ അരിയൊക്കെ കുക്കറിൽ കഴുകിയിട്ട് പെട്ടെന്ന് വേവുന്ന അരി കേട്ടോ ഇത്. ഒരുപാട് വെള്ളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ വേവുള്ള അരിയാണെങ്കിൽ ഒരു അരമണിക്കൂർ കുതിർക്കാൻ വെക്കുക, അല്ലെങ്കിൽ കുറച്ചധികം വെള്ളം കുതിർത്തിട്ട് ഒരു അരമണിക്കൂർ കുതിർത്ത് കഴിഞ്ഞിട്ട് കുറച്ചധികം വെള്ളത്തിലൊക്കെ ചോറ് വേവിക്കുകയാണെങ്കിൽ 8 വിസിൽ കൊണ്ട് അത് വെന്ത് കിട്ടും കേട്ടോ. എന്നിട്ട് കുറച്ച് സമയം എയറിലും കൂടെ ഇട്ടാൽ മതി. അങ്ങനെ ഇതാ നമ്മൾ പരിപ്പ് വിസിലടിച്ച് ഞാൻ 2-3 മിനിറ്റ് സിമ്മിലും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പെല്ലാം നല്ല വെന്ത് വന്നു. ഇനി ഞാനൊരു പരിപ്പും അതുപോലെ തന്നെ പയറുപ്പേരിയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. പരിപ്പിലേക്ക് നമുക്ക് കുറച്ച് വെജീസും കൂടെ ആവശ്യമുണ്ട്. കുറച്ച് കടുകല്ല, ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു. പിന്നെ ഇതാ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. അതുപോലെ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 1-2 പച്ചമുളക് കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിലില്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വേണ്ട, പരിപ്പിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയ്ക്കൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ, പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെറൈറ്റി പരിപ്പ് കറിയാണ് കേട്ടോ. വെറൈറ്റി അല്ല, ടേസ്റ്റാണ് ഇതിൻ്റെ പ്രധാനം. നമ്മൾ 1-2 ഇൻഗ്രീഡിയൻസ് എക്സ്ട്രാ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് സ്പെഷ്യലാന്ന് പറയാനുള്ള കാരണം. നിങ്ങൾക്ക് അപ്പത്തിലേക്കോ പത്തിരിയിലേക്കോ പൊറോട്ടയിലേക്കോ എല്ലാ കടീൻ്റെ കൂടെയും, അതുപോലെ തന്നെ പുലാവ്, ഗീ റൈസ്, അതിൻ്റെയൊക്കെ കൂടെ ഇത് കോമ്പിനേഷനായിട്ട് പോകട്ടെ, വെറും ചോറും ഒക്കെ. അപ്പോൾ നമ്മൾ സവാള വഴന്നു വന്നപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് കൊടുത്ത് പരിപ്പിൻ്റെ അളവിനനുസരിച്ച് മസാലപ്പൊടികൾ കൂട്ടിയിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കറിയല്ലേ അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഒരു ചെറിയ തക്കാളി അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്തു. അതും കൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ, ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് പരിപ്പ് വെന്തത് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച പരിപ്പില്ലേ അത് ചേർത്ത്, പരിപ്പിൽ ഓവർ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, ലൂസാക്കിയിട്ട് എടുക്കരുത്. നല്ല കുറച്ചൊരു തിക്കായിട്ടാട്ടോ ഇത് ഉണ്ടാവുക. ഇതാ അത് ഒഴിച്ചു കൊടുത്തു. പിന്നെ നിങ്ങളിതില്ലേ രാവിലെ ഉണ്ടാക്കി വെക്കണ്ട, ചൂടോടെ കഴിക്കുന്നതാട്ടോ ഇത് എത്രയും ടേസ്റ്റ് ഉണ്ടാവുക, കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ ഇതൊരു സീക്രട്ടാണ്, ഒരു അരക്കപ്പോ അല്ലെങ്കിൽ ഒരു 1/4 കപ്പോ പാല്, കാച്ചിയ പാലാണെങ്കിലും കാച്ചാത്ത പാലാണെങ്കിലും കുഴപ്പമില്ല, ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നിങ്ങൾ അയ്യെന്ന് വിചാരിക്കേണ്ട, ചേർത്ത് കൊടുത്ത് നോക്കുക കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1-2 ടീസ്പൂൺ നെയ്യ്, ഏത് നെയ്യാലും കുഴപ്പമില്ല, നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില, ഒരു പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി ദാബ സ്റ്റൈൽ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, കിടിലൻ ടേസ്റ്റ് ആട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കി. ഇതിൻ്റെ കൂടെ ഒന്നും വേണ്ട, ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ. ഞാനിപ്പോൾ ഒരു പയറുപ്പേരിയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ചോറും റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇതൊന്നുമില്ല, പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതാ ഞാൻ പപ്പടവും കൂടെ ആക്കി എടുക്കുന്നുണ്ട്. ഇത് ചക്കപ്പപ്പടമാണ് കേട്ടോ, റഫീഖാൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ കൊണ്ടുത്തന്നതാണ് കേട്ടോ. അവർ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, നമുക്ക് എപ്പോഴും കൊണ്ടുത്തരലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഫുഡിൻ്റെ കൂടെയൊക്കെ എനിക്ക് ഇത് കഴിക്കാൻ നല്ല കോമ്പിനേഷനാണ് കേട്ടോ. സാധാ പപ്പടം എടുത്താലും മതി കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. ഇത് ഞാനൊരു ഡബ്ബയിലിട്ട് വെക്കും. അപ്പോൾ ഈ ഒരു ക്രിസ്പി ആയിട്ട് തന്നെ ഇരുന്നോളും. അല്ലെങ്കിൽ ഇത് ക്രിസ്പിനെസ് പോകുന്നില്ല കേട്ടോ, സോഫ്റ്റ് ആയിട്ടൊന്നും വരില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി പാത്രമൊക്കെ ഒന്ന് അതുവരെയുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ഞാൻ ഓരോന്നോരോന്നായിട്ട് കുറച്ചായിട്ട് ആവുന്ന കഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒക്കെ ഒന്ന് കഴുകി കിച്ചൺ ഒന്ന് നീറ്റാക്കി എടുത്താൽ നമ്മളെ പണികളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കർക്കിടകമാണ്. അപ്പോൾ കർക്കിടകത്തിൽ ഞാൻ പ്രോട്ടീൻ പൗഡർ റെസിപ്പി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇട്ട് തന്നിട്ടുണ്ട് കേട്ടോ. കുറേ പേര് കണ്ടു, കുറേ പേര് കാണാത്തവരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചോദിച്ചവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളത് മിസ്സാക്കിയിട്ട് പോകണ്ട. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ കണ്ടു നോക്കിക്കോ. പിന്നെ കർക്കിടകത്തിൽ പലതും കഴിക്കലുണ്ട് അല്ലേ. ലേഹ്യം, മരുന്ന് ഉണ്ടാക്കി കഴിക്കുക, ഉള്ളി ലേഹ്യം, ഈത്തപ്പഴത്തിൻ്റെ ലേഹ്യം, പിന്നെ അല്ലാണ്ട് തന്നെ മരുന്നുകളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ലേഹ്യം, അങ്ങനെയൊക്കെ കഴിക്കലുണ്ട് അല്ലേ. നമ്മളിവിടെ അങ്ങനെയൊന്നുമില്ല. ഞാനിപ്പോൾ കാണിച്ച പ്രോട്ടീൻ പൗഡറില്ലേ അത് ഉണ്ടാക്കും. അതിൽ കുറച്ച് എള്ള് കൂടെ ഇടും കേട്ടോ. അപ്പോൾ പ്രഗ്നൻസിക്കൊന്നും ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എള്ളും കൂടെ ചേർക്കാം, നല്ലതാണ്. നമ്മൾ ബ്ലഡ് ശുദ്ധീകരിക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അത്. അപ്പോൾ ഞാനത് അവോയ്ഡ് ചെയ്തത് നിങ്ങൾക്ക് അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാനത് മാറ്റി വെച്ചത്. നിങ്ങളോട് പറയാനും ഞാൻ വിട്ടുപോയി. അപ്പം അങ്ങനെ അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് അങ്ങനെ പൊടിച്ച് വെക്കോട്ടെ. അപ്പോൾ അത് എല്ലാവർക്കും കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അത് കഴിക്കും. പിന്നെ റഫീഖയ്ക്ക് ഇങ്ങനെ ഉലുവ ഇട്ടിട്ട് കഞ്ഞിയില്ലേ, ഉലുവ കഞ്ഞി, അത് ഉണ്ടാക്കി കൊടുക്കലുണ്ട്. റഫീഖയ്ക്കും വാക്കും ഉലുവ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കലുണ്ട്. അപ്പോൾ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. റഫീഖ് എന്നും ഞാൻ പറഞ്ഞ 1-2 സാധനം മറന്നു വരുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ തുടങ്ങിയിട്ടില്ല. പിന്നെ എന്തായാലും ഇപ്പോൾ തണുപ്പും മഴയൊക്കെ നല്ലോണം ഉണ്ട്, ഇപ്പോഴായാലും വൈകിട്ടൊന്നുമില്ല. അങ്ങനെ ഇതാ നമ്മൾ അലക്കിയതൊക്കെ ഇതാ ഒന്ന് ആറിയിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുവരെ ആ ഒരു സമയത്ത് ഉണങ്ങിയതൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ഒന്ന് അലമാരയിലേക്ക് എടുത്തു വെച്ചു. എന്നിട്ട് ബാക്കിയുള്ളത് ഒന്ന് ആറിയിടുകയും കൂടെ ചെയ്തിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ആ പ്രോസസ്സ് ഇപ്പോൾ കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയി ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മുടെ സംഭവങ്ങളൊന്നും ഉണങ്ങി കിട്ടില്ല. ഇനി ഇതാ ഞാൻ കുളിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇനി തലയിലൊക്കെ ഒന്ന് നമ്മൾ അസ്ലി ഹെയർ ഓയിലില്ലേ അതാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തലയിൽ ഒരു ഇളം ചൂടിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ താരനും കാര്യങ്ങളൊക്കെ പോയിക്കോളും. ഇനി ഞാൻ പറഞ്ഞല്ലോ ഒരു കർക്കിടക സ്പെഷ്യൽ കുളിയും കൂടെ പാസ്സാക്കാനുണ്ട് കേട്ടോ ഇന്ന്. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനൊരു 1-2 ടീസ്പൂൺ തൈര് എടുത്തു, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കടലമാവും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഫേസ് പാക്കായിട്ട് ഫേസിലിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ദേഹത്ത് മേൽ എണ്ണ തേച്ച് കുളിക്കുന്നത് ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയായിട്ട് എടുക്കും. നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക ആയുർവേദ ഷോപ്പുകളിലും ഒക്കെ ചോദിച്ചാൽ പിന്നെ അറിയുന്നവരൊക്കെ ഉണ്ടാകും തേച്ച് കുളിക്കാൻ ഏത് എണ്ണയാണ് നല്ലത് എന്നൊക്കെ അറിയുന്നവരൊക്കെ ഉണ്ടാകും. ഞാൻ വെളിച്ചെണ്ണയായിട്ട് എടുക്കുക, എനിക്ക് അങ്ങനെയാണ്. എനിക്ക് നല്ലെണ്ണ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ല. പിന്നെ മാത്രമല്ല കളറ് എനിക്കിങ്ങനെ ബ്ലാക്ക് അടിക്കുന്ന പോലെ തോന്നലുണ്ട്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്, എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ എടുക്കും. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ എൻ്റെ ഉമ്മയ്ക്ക് ഇങ്ങനെ മഞ്ഞളെണ്ണ ആക്കും. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ മഞ്ഞൾ അരച്ചിട്ട് ഇങ്ങനെ അതൊന്ന് കാച്ചി എടുക്കും കേട്ടോ. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, വെറും വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ഇടവിട്ടുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ദിവസം, മാസത്തിൽ 1 ദിവസമെങ്കിലും നമ്മൾ മേലൊക്കെ എണ്ണ വെച്ചിട്ട് കുളിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് നോക്കാം. ഞാൻ പണ്ട് എപ്പോഴും ചെയ്ത് ഇപ്പോൾ വ്ളോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിനുള്ളൊരു സമയം കണ്ടെത്തലില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ കർക്കിടകവും കാര്യങ്ങളൊക്കെ അല്ല, നമ്മളെ ബോഡിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ, ഒന്ന് ഫിറ്റായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്തായാലും കറക്റ്റായിട്ട് ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട്. 2 ദിവസം കൂടുമ്പോഴെങ്കിലും കേട്ടോ.
അങ്ങനെ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കി നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ. നല്ല മൊത്തത്തിലൊന്ന് ഒരു തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ ഇളം ചൂടുവെള്ളത്തിലാട്ടോ കുളിച്ചത്, തണുത്ത വെള്ളത്തിലല്ല. അല്ലോ ആലോചിക്കാൻ വയ്യ ഇപ്പോൾ, പ്രത്യേകിച്ച് വയനാട് ഇപ്പോൾ എല്ലായിടത്തും തണുപ്പ് തന്നെയാണ് അല്ലേ. ഇനി എൻ്റെ ഫ്രീ ടൈമാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, രാവിലെ നമ്മൾ ഇനിയിപ്പോൾ കഷ്ടപ്പെട്ട് കുറച്ച് നേരത്തെ എണീക്കുകയാണെങ്കിൽ നമ്മൾ പണികളൊക്കെ പെട്ടെന്ന് തന്നെ കഴിയും. നമ്മൾ കാണിച്ചു തന്നല്ലോ ഞാൻ 10-10:30 അങ്ങനെ എന്തോ ആയിട്ടുള്ളത്. എൻ്റെ കുളിയൊക്കെ 10 മണിയാകുമ്പോൾ തന്നെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഫ്രീ ആണ് കേട്ടോ. ഇനി എന്ത് ചെയ്യുമെന്ന് ചിലരൊക്കെ ചോദിക്കലുണ്ട്. എനിക്ക് ഒരുപാട് പണിയുണ്ട് കേട്ടോ. വീഡിയോ സെറ്റാക്കൽ, വീഡിയോൻ്റെ കാര്യങ്ങൾ നോക്കൽ, നിങ്ങളെ കമൻറ്റിന് റിപ്ലൈ, സമയമുണ്ടെങ്കിൽ കമൻറ്റ് റിപ്ലൈ തരും, അങ്ങനെയൊക്കെ കേട്ടോ. നിങ്ങൾക്ക് തന്നെ അറിയാം, കുറേയൊന്നും കമൻറ്റ് എനിക്ക് തരാൻ പറ്റില്ല, സമയം കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ. കാര്യം വീഡിയോ എടുക്കലും എഡിറ്റ് ചെയ്യലും എല്ലാം ഞാൻ തന്നെയല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വീട്ടിലേക്ക് എൻ്റെ ഉമ്മ വിളിക്കും. അങ്ങനത്തെ നമുക്ക് നിർബന്ധമായിട്ട് കോൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് ചിലപ്പോൾ ഫോണൊക്കെ നോക്കിയിരിക്കും. ടി വി അങ്ങനെ കാണലില്ല കേട്ടോ. പണ്ട് കാണലുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഫോണിൽ തന്നെയാണ് കാര്യം. നമ്മൾ ഫോണിലെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ ഫോൺ തന്നെയാണ് കാണുക. ടി വി അങ്ങനെ നമ്മൾ ആരും കാണലില്ല കേട്ടോ. കാണാത്തതുകൊണ്ട് തന്നെ അതിലൊരു ടച്ച് വളരെ കുറവാണ്. പിന്നെ ന്യൂസും നമുക്ക് ഫോണിലല്ലേ, ഞാൻ പണിയെടുക്കുമ്പോഴൊക്കെ ജസ്റ്റ് ഇങ്ങനെ തുറന്നു വെക്കും. പിന്നെ റഫീക്ക് വന്ന ഇവിടെ ന്യൂസ് ചാനലാണ് ഇവിടെ ശരിക്കും. കാരണം സൗണ്ടിൽ അതങ്ങനെ വെക്കും, അത് കിടക്കുന്നവരെ ഉണ്ടാവും, വയലും ഉണ്ടാവും, അതുപോലെ തന്നെ ന്യൂസും ഉണ്ടാവും. ഇതാണ്. അപ്പോൾ നമുക്ക് അതും അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഉച്ച ടൈമായി, ഇപ്പോൾ ഒരു 1:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഭയങ്കര ഒരു ഫീൽ ഉണ്ട് കേട്ടോ, ഒരു സമാധാനമുണ്ട് അടുത്ത ദിവസത്തേക്കുള്ള സെറ്റാക്കി വെക്കുമ്പോൾ. അങ്ങനെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നമ്മളെ നല്ല അടിപൊളി നമ്മളെ പരിപ്പ് കറിയും കാന്താരിയും തുറമാങ്ങേൻ്റെ ഒരു അച്ചാറുണ്ട് കേട്ടോ, അതും പയറുപ്പേരിയും നമ്മളെ ചക്കപ്പടവും എല്ലാം കൂട്ടിയിട്ട് നമ്മൾ ചോറ് കഴിക്കുകയാണ്. ഇപ്പം ഞാൻ അച്ചാർ കുപ്പി എല്ലാം എടുത്ത് വന്നപ്പോഴത്തേക്കും വാവ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പരിപ്പ് കറി ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. നിങ്ങൾ ചൂടോടെ തന്നെ ആക്കിയെടുത്ത് കഴിച്ചോ, നല്ല ടേസ്റ്റാണ്. ചൂടാക്കിയാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ അങ്ങനെ കഴിക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കേട്ടോ. ഇനി അങ്ങനെ കാര്യമായിട്ടുള്ള പണികളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കമൻറ്റിന് കുറച്ച് റിപ്ലൈ തരാമെന്ന് കേട്ടോ. ഈ ഒരു സമയം ഞാൻ ചിലപ്പം എന്നല്ല, ഈ കുറച്ച് സമയം ഇങ്ങനെ കമൻറ്റിലൊക്കെ നോക്കിയിരുന്ന് വരുമ്പോൾ കാര്യമായിട്ടൊക്കെ ഇരിക്കും. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും കേട്ടോ. ബെഡ്റൂമിൽ കിടന്നാൽ നന്നായിട്ട് ഉറങ്ങും, ചിലപ്പോൾ ഇവിടെ തന്നെ കിടന്നുറങ്ങും. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ പോകട്ടെ. പിന്നെ ആരെങ്കിലും വന്നാൽ പിന്നെ വർത്താനം പറഞ്ഞിരിക്കും, അല്ലാണ്ട് ഇങ്ങനെ ഫോൺ കാണുക, ഫോൺ എഡിറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒന്നും ചെയ്യൂല കേട്ടോ. അപ്പം അങ്ങനെ ഇതിപ്പോൾ വൈകുന്നേരം സമയമായിട്ടുണ്ട്, ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ കിച്ചണിലേക്ക് വന്നപ്പം പിന്നെ കുറച്ച് വെള്ളവും 2-3 ഡേറ്റ്സൊക്കെ എടുത്തിട്ടുണ്ട്, ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ പതിവൊന്നുമില്ല കേട്ടോ. നമ്മൾ ചായ കുടിക്കുക, റഫീക്ക് ഉണ്ടാകുമ്പോൾ ചായയൊക്കെ ഉണ്ടാക്കും, എന്തെങ്കിലും സ്നാക്സ് ചിലപ്പോൾ ഉണ്ടാക്കും. അങ്ങനെ അല്ലാത്ത ദിവസം അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കുമൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ റെസിപ്പിക്ക് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കും, അങ്ങനെ അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ വെള്ളം മാത്രം കുടിക്കാൻ കേട്ടോ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കും അങ്ങനെ. ഇനിയിപ്പോൾ എൻ്റെ ഈ ഒരു ടൈമിൽ ഞാൻ ചെയ്യുന്ന കാര്യം, മഗ്‌രിബിൻ്റെ ഉള്ളിൽ അത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി വെക്കും കേട്ടോ. അധിക ദിവസവും ചപ്പാത്തി തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം ഉള്ളപ്പോഴേ ഒന്ന് മാറ്റി ചിന്തിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ സമയം ഒരു 6:30 അത്രയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കാണാം 6:40 കേട്ടോ. നമ്മളെ കിച്ചണിലെ ക്ലോക്കിൽ ടൈം 6:40 കഴിഞ്ഞിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ ഏകദേശം ആയി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഫുഡ് കഴിക്കും കേട്ടോ. രാത്രിയിലത്തെ ഫുഡ് ഇപ്പോഴാണ് നമ്മൾ ഞാൻ കഴിക്കുന്നത്. പിന്നെ ഒന്നും കഴിക്കില്ല കേട്ടോ. പിന്നെ വെള്ളമാണ് കുടിക്കുകയുള്ളൂ. പിന്നെ വാവ ഇപ്പോൾ കഴിക്കില്ല, വാവക്ക് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ടേ കഴിക്കും, അല്ലെങ്കിൽ വിശക്കുമെന്ന് പറയും കേട്ടോ. ആ സമയത്ത് വാവ കഴിക്കുക. പിന്നെ റഫീക്ക എന്തായാലും വരുമ്പോഴത്തേക്കും 8:30-9 മണി അങ്ങനെയൊക്കെ ആവും കേട്ടോ. അപ്പോൾ റഫീക്കക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല, വരികയാണെങ്കിൽ നേരത്തെ വരും, അല്ലെങ്കിൽ ആ ഒരു ടൈമിലാണ്. അപ്പോൾ അങ്ങനെ അതിനനുസരിച്ചാണ് റഫീക്ക കഴിക്കുക വരുന്നതിനനുസരിച്ച്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതാ മഗ്‌രിബ് നമസ്കാരവും ഇപ്പോൾ ഇശാ നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓതലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പുറത്തേക്ക് വരുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഫ്രീ ആണ്, അങ്ങനത്തെ കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് തന്നെ നമുക്കൊരു നല്ലൊരു ടൈം നമുക്ക് കിട്ടും. ഇതിപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിലേക്ക് വന്നത്, റഫീക്ക വന്നു, റഫീക്കൊക്കെ ഫുഡൊക്കെ കൊടുത്തു. എന്നിട്ടുള്ള ലാസ്റ്റ് ഒരു കിച്ചൺ ഒന്ന് വൈപ്പ് ചെയ്തിട്ടോ. ഇതുപോലെ അങ്ങനെ ഭയങ്കരമായിട്ട് ക്ലീൻ ചെയ്യാൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ അപ്പം എല്ലാം ചെയ്തു പോകുന്നതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ആ പാത്രം ഒന്ന് കഴുകി വെച്ചു, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ രാത്രിയും ആ പരിപ്പ് കറിയും ആ ഗ്രീൻ പീസ് കറിയും ഒക്കെ കൂട്ടിയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ഫുഡൊക്കെ കഴിക്കുക.
അഥവാ ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എടുക്കുകയും ചെയ്യും. ഫുഡ് വേസ്റ്റ് നമ്മൾ ആക്കുകയില്ല കേട്ടോ, എനിക്കത് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. പിന്നെ ഇതാ നമ്മളെ കിച്ചണിലുള്ള അവസാനത്തെ പരിപാടിയാണ് ഞാൻ രാവിലെ കാണിച്ചു തന്നില്ലേ, ഗ്രേപ്സ് കഴുകിയിട്ട് അത് ബദാം അത്തിപ്പഴം ഇതൊക്കെ കഴുകിയിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് അപ്പോൾ രാവിലെ ഇത് ഓർമ്മയോടുകൂടി ഞാൻ ചെയ്യുന്ന കേട്ടോ. ഇപ്പം ഞാൻ അലാറം സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കാര്യം രാത്രി അങ്ങ് മറക്കും, പിന്നെ രാവിലെ കഴിക്കാനും പറ്റില്ല അങ്ങനെ. അപ്പോൾ ഒരു അലാറം അടിക്കും കേട്ടോ. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർമ്മയാവും ഇങ്ങനെ ഇതിനുള്ളതാണ് അങ്ങനെ കേട്ടോ. അങ്ങനെ മറവിയുള്ളവർ അങ്ങനെ ചെയ്തിട്ടെങ്കിലും ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ മറവിയുള്ള ആളാണ്, 2 ദിവസം ചെയ്യും, 3-ാമത്തെ ദിവസം ഞാൻ മറന്നു കൂട്ടാ. ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചു. അപ്പോൾ രാവിലത്തേക്ക് അത് സെറ്റാവും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ ടൈം കാണിച്ചു തരാം. 10 മണി കഴിഞ്ഞിട്ടുണ്ട്, 10:05. വാവ കിടന്നു, റഫീക്കയും കിടക്കാൻ വേണ്ടിയിട്ട് പോയി. ഇനിയിപ്പോൾ അത് ഞാനും കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളൊരു 10-10:30 ഉള്ളിൽ നമ്മൾ കിടക്കും കേട്ടോ. ഗസ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ റൊട്ടീൻ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ നമ്മളെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കാൻ മറന്നുപോലെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.